അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ ഞാൻ പ്രഷർ കുക്കറൊന്നും വേവിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 കിലോ ഞണ്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഞണ്ടാണ്. ഞണ്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ച് സ്റ്റൗ ഓൺ ആക്കുന്നുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടാൻ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ മിക്സ് ചെയ്യാം. ചെറുമാതിരി ഒന്ന് ഉള്ളിൻ്റെ കളറൊന്ന് മാറി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി മുറിച്ചാൽ മതി, ചതക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാം. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഞണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. വേണ്ട, ഇതിൻ്റെ കാലും ഇതൊക്കെ ഞാൻ നല്ലപോലെ വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ ഞണ്ടിൻ്റെ ഞണ്ടിലൊക്കെ ഒന്ന് പിടിക്കാനാണ്. നമ്മൾ കുറച്ച് തീ ചെറുതാക്കാം, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉള്ളി വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി പിന്നെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിന്ന് ഏതായാലും ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 3 തക്കാളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് വഴി മിക്സ് ചെയ്തെടുക്കാം. 3 മീഡിയം സൈസ് തക്കാളിയുടെ അത് 250 ഗ്രാം വരും. 500 ഗ്രാം ഞണ്ടിന് ഞാൻ 250 ഗ്രാം തക്കാളിയും 250 ഗ്രാം ഉള്ളിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇതിനെ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം നമുക്കൊന്നെല്ലാം മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. കണ്ട, ഇത് മേലെ ഇട്ടത് കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലപോലെ കൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ തീരെ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ തന്നെ തക്കാളിൻ്റെ ഉള്ളിൻ്റെ എല്ലാം വെള്ളം വന്ന് ഞണ്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് അത് കുക്കായിക്കോളും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം.
20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ടായോ ഒന്ന് നോക്കാം. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിന്. അതുപോലെ നിങ്ങൾ ഇളക്കി കൊടുക്കാം. നല്ല മസാലയൊക്കെ നല്ലപോലെ ഒടിഞ്ഞ് നല്ല മണവും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. കുറച്ച് ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് ഇത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇതിലും പരുവത്തിലും കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നീര് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ടും കഴിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മളെ ഞണ്ട് കറി ആയിട്ടുണ്ടാകും. തുറന്ന് നോക്കാം. മസാലയെല്ലാം കണ്ട എല്ലാം തക്കാളി ആവട്ടെ ഉള്ളി എല്ലാം നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഞണ്ട് വേണ്ടി നമുക്ക് അരമണിക്കൂറാണ് എടുത്തത്. കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് ചെറിയ സ്ലോയിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. എന്നാൽ നല്ല രുചി ഉണ്ടാകുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, പത്തിൽ, പൊറോട്ട ഏതിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.